السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ തലപ്പെരുമണ്ണ മുഈനുൽ ഇസ്ലാം മദ്രസയിൽ നടക്കുന്ന ഇഷ്കെ മദീന നബിദിന ക്യാമ്പയിന്റെ ഭാഗമായുള്ള നസീഹത്തു സ്വബാഹിലാണ് നാം ഒരുമിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന്, ഒരു വിശ്വാസിയുടെ ചിന്തയിൽ നിന്ന്, ഒരു വിശ്വാസിയുടെ സകലമാന പ്രവർത്തന മേഖലകളിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത്. ഒരു അവിശ്വാസി വിശ്വാസിയാവണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുകൂടി ചേർത്തു പറയുമ്പോഴാണ് അവനൊരു വിശ്വാസിയായി മാറുന്നത്. അതുമാത്രമല്ല, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങനെ തന്നെ നബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരാൾക്കൊരു വിശ്വാസിയാവാൻ, ഒരു മുഅ്മിനാവാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ സൃഷ്ടാവായ തമ്പുരാൻ അള്ളാഹു മാത്രമായിരുന്നു. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുവൻ മാത്രമായിരുന്നു. പിന്നീട് അള്ളാഹുവിനെ ഓർക്കപ്പെടാനും, അള്ളാഹുവിനെ ആദരിക്കപ്പെടാനും, അള്ളാഹുവിനെ ആരാധിക്കപ്പെടാനും, അള്ളാഹുവിനെ മനസ്സിലാക്കപ്പെടാനും അള്ളാഹു ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായി ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെയായിരുന്നു, അവിടുത്തെ പ്രകാശത്തെയായിരുന്നു. എന്തിനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ തുടക്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ, അവിടുത്തെ പ്രകാശത്തെ സൃഷ്ടിച്ചത്? തിരുനബിയിലൂടെ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും, അള്ളാഹുവിനെ ആദരിക്കപ്പെടാനും, അള്ളാഹുവിനെ ആരാധിക്കപ്പെടാനും സാധിക്കുകയുള്ളൂ എന്ന ഒരു വലിയ സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അതുപോലെ നിരവധി സവിശേഷതകളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത്. മറ്റേതെങ്കിലും ചരിത്ര സംഭവങ്ങളെ കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം സംഭവിച്ചിരുന്നതെങ്കിൽ ആ മാസത്തിനുള്ള സവിശേഷത കൈവരിക്കാനുള്ള കാരണം അത്തരത്തിലുള്ള ഏതെങ്കിലും ചരിത്ര സംഭവമാണ് എന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുമായിരുന്നു. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം റമദാൻ മാസത്തിലായിരുന്നുവെങ്കിൽ ആ റമദാൻ മാസത്തിന് സവിശേഷത ഉണ്ടാവാനുള്ള കാരണം നബിയുടെ ജനനമല്ല, അത് ഖുർആനിന്റെ അവതരണമാണ് എന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുമായിരുന്നു. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മുഹറം മാസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിരുന്നതെങ്കിൽ ആ മുഹറം മാസത്തിന് സവിശേഷത കൈവരിക്കാനുള്ള കാരണം നബിയുടെ ജനനമല്ല, അത്തരത്തിലുള്ള ഏതെങ്കിലും ചരിത്ര സംഭവങ്ങളാണ് എന്ന് ആരെങ്കിലും ഇവിടെ പ്രചരിപ്പിക്കുമായിരുന്നു. ശഅബാൻ മാസത്തിലോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ശ്രേഷ്ഠതകളുള്ള മാസത്തിലോ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടന്നിരുന്നതെങ്കിൽ ആളുകൾ ആ രീതിയിൽ അതിനെ ചിത്രീകരിക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു ചരിത്ര സംഭവങ്ങളും നടന്നിട്ടില്ലാത്ത റബീഉൽ അവ്വൽ മാസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് അത് നബിയെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു മാസമായി തീരണം എന്നതാണ്. റബീഉൽ അവ്വൽ മാസത്തിന് മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ മാസം 12-ന് തിങ്കളാഴ്ചയായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനും അള്ളാഹു തെരഞ്ഞെടുത്തത് ഒരു റബീഉൽ അവ്വൽ മാസം 12, അതും ഒരു തിങ്കളാഴ്ച തന്നെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നല്ലോ ഹിജ്റ. ആ ഹിജ്റയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത് അതുപോലെ ഒരു റബീഉൽ അവ്വൽ 12, അതും ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അത് യാദൃച്ഛികമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കണക്കാക്കി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ദിവസമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് വിശുദ്ധ മക്കയിലായിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ഭാഗ്യം ലഭിച്ചതും ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യവിശ്രമത്തിന് വീടൊരുക്കാൻ ഭാഗ്യം ലഭിച്ചതും മദീനക്കായിരുന്നു. അത് മക്കയിലായിരുന്നുവെങ്കിൽ മക്കയിൽ വിശുദ്ധ കഅബാലയം സ്ഥിതി കൊള്ളുന്നത് കൊണ്ടാണ് മക്കൾക്ക് ശ്രേഷ്ഠത കൈവരിക്കപ്പെടാൻ കാരണമെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് 10,000 ഇരട്ടി പ്രതിഫലം കൈവരിക്കപ്പെടാനുണ്ടായ കാരണം? മദീന എന്ന വിശുദ്ധ നാടിന് ഇത്രമേൽ വലിയ മഹത്വം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നിറങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. അത് മക്കയിലായിരുന്നുവെങ്കിൽ ആ നാടിനുള്ള സവിശേഷത കഅബാലയത്തിന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, ഈ മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചു, ആ മണ്ണിലേക്ക് തന്നെ നാം മനുഷ്യനെ മടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏതു സ്ഥലത്തുള്ള മണ്ണ് കൊണ്ടാണോ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ അവനെ മടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച മണ്ണ് അത് മദീനയിലെ മണ്ണാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങിയത്. അത് മക്കയെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രമായിരിക്കണം ആ മദീനക്കുള്ള ശ്രേഷ്ഠതയും സവിശേഷതയും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല കാര്യങ്ങളെ കൊണ്ടും പ്രത്യേകമാക്കിയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുക. അല്ലാഹുവിനെ ആദരിക്കുവാനും അല്ലാഹുവിനെ ബഹുമാനിക്കുവാനും അല്ലാഹുവിനെ ആരാധിക്കുവാനും കഴിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാധ്യമമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഇത്തരത്തിലുള്ള റബീഉൽ അവ്വൽ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് മദീനയെ ബഹുമാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്ന് മദീനയിലെത്തിയത് ഏതു ദിവസം?